ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു നിവേദനം ചെയ്തു, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, കർമ്മങ്ങളുടെ പ്രതിഫലം ഉദ്ദേശ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചതനുസരിച്ച് പ്രതിഫലം ലഭിക്കും. അതിനാൽ ആരെങ്കിലും ലൗകിക നേട്ടങ്ങൾക്കോ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനോ വേണ്ടി ഹിജ്റ പോയാൽ അവന്റെ ഹിജ്റ അവൻ ഹിജ്റ ചെയ്തതിനു വേണ്ടിയായിരുന്നു. എന്തിനാണ് നബി ഇങ്ങനെ ഒരു ഹദീസ് ഇറക്കുവാനുണ്ടായ പശ്ചാത്തലം നോക്കാം. പണ്ട് മദീനയിലേക്ക് ചില ആളുകൾ മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അള്ളാഹുവിനും അവന്റെ ദൂതനും വേണ്ടിയുള്ള ആത്മാർത്ഥമായ യാത്രയായിരുന്നു അത്. കൂട്ടത്തിൽ ഒരാൾ മാത്രം ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയായിരുന്നു പോയത്. മദീനയിലുള്ള ഒരു സുന്ദരിയായ യുവതിയെ വിവാഹം ചെയ്യുക എന്നതായിരുന്നു അയാളുടെ ആഗ്രഹം. ആ യുവതി പറഞ്ഞിരുന്നു, എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യണം. അത് കേട്ട് അയാൾ ഉടൻ തന്നെ യാത്ര തുടങ്ങി. ആളുകളൊക്കെ കരുതിയത് അയാളും അള്ളാഹുവിനു വേണ്ടി ഹിജ്റ പോകുന്നു എന്നായിരുന്നു. എന്നാൽ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ആ യുവതിയെക്കുറിച്ചുള്ള സ്വപ്നം മാത്രമായിരുന്നു. ഈ സമയം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തി, ഓരോ പ്രവൃത്തിയുടെയും പ്രതിഫലം അതിന്റെ പിന്നിലെ ഉദ്ദേശ്യം പോലെയായിരിക്കും. അള്ളാഹുവിനും അവന്റെ ദൂതനും വേണ്ടി ഹിജ്റ ചെയ്യുന്നവന് അതിന്റെ പ്രതിഫലം ലഭിക്കും. എന്നാൽ ദുനിയാവിലെ കാര്യങ്ങൾ നേടാനോ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാനോ വേണ്ടി ഹിജ്റ ചെയ്യുന്നവന് അവൻ ഉദ്ദേശിച്ചതു മാത്രമേ ലഭിക്കൂ. ഈ കഥ നമുക്കൊരു വലിയ പാഠം നൽകുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അടിസ്ഥാനം നമ്മുടെ ഉദ്ദേശ്യമാണ്. പഠിക്കുമ്പോൾ നല്ല ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല, അറിവ് നേടാനും നല്ലൊരു മനുഷ്യനാകാനും കൂടി ശ്രമിക്കുക. മറ്റൊരാളെ സഹായിക്കുമ്പോൾ ആത്മാർത്ഥമായ സ്നേഹം മനസ്സിൽ വയ്ക്കുക. ആളുകൾ കാണാനല്ല, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ദാനധർമ്മം ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും അള്ളാഹുവിന്റെ അടുത്ത് ഒരു വിലയുണ്ട്. ആ വില നിശ്ചയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, അതിനു പിന്നിലെ നമ്മുടെ നിയ്യത്താണ്.